പ്രേമലു ചിത്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഗിരീഷ് ഏഴിയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഷിബിൻ മുരുകേഷ് ആദ്യമായി ഡയറക്റ്റ് ചെയ്തൊരുക്കാൻ പോകുന്നത് ഒരു മമ്മൂക്ക മൂവി ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. മമ്മൂക്കയുടെ പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ നെക്സ്റ്റ് ഇയർ ബിഗിനിങ് തൊട്ട് സ്റ്റാർട്ട് ആവുന്നതാണ്. പൃഥ്വിരാജിൻ്റെ ലീഡിൽ ഈ വരുന്ന ഓണം ഫെസ്റ്റിവൽ ടാർഗറ്റ് ചെയ്ത് റിലീസിനെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഖലീഫ. പടത്തിൻ്റെ ട്രെയിലർ ഇന്നലെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. മൊത്തം പറയുകയാണെങ്കിൽ എനിക്കൊരു ആവറേജ് അല്ലെങ്കിൽ കൊള്ളാമെന്നുള്ള രീതിയിൽ തന്നെ തോന്നിയിട്ടുള്ളായിരുന്നു. അത്യാവശ്യം കിൻഡഡിയൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു മാസ് മസാല എൻ്റർടൈനർ പടം കാണാവുന്ന രീതിയിൽ മാത്രം പോകേണ്ട ഒരു പടമാണ്. ഈ ഒരു പടത്തിൽ മ്യൂസിക്കിൻ്റെയൊക്കെ ഹൈ പല സ്ഥലത്ത് കൊടുക്കാൻ പറ്റും. അത് പെർഫെക്റ്റ് ആയിട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ നമ്മളെ എൻഗേജിങ് ആയിട്ട് നിർത്തുന്ന ഒരു പക്ക മാസ് എൻ്റർടൈനർ ആണെങ്കിൽ ഇത്തവണത്തെ ഓണം വിന്നർ ഈ ഒരു പടം തന്നെയാവും. പിന്നെ ലാലേട്ടനെ ജസ്റ്റ് ആ ട്രെയിലറിലൊന്ന് കാണിച്ചു പോകുന്നുണ്ട്. ഈ ഒരു പടത്തിൽ ലാലേട്ടൻ ഏത് രീതിയിലൊക്കെ യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു എൽ ഫാക്ടറിന് എന്തോ ഒരു ഹൈ കൊടുക്കുന്നു, അതിനനുസരിച്ച് ഈ ഒരു പടത്തിന് അഡ്വാൻറ്റേജ് അടിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് പേഴ്സണലി ഈ ഒരു ആവറേജ് രീതി നിൽക്കുന്ന ട്രെയിലർ ഇറക്കി നന്നായിട്ട് തോന്നി. കാരണം ഒബ്വിയസ്ലി ഈ ഒരു പടത്തിനായിരിക്കും ഫസ്റ്റ് ഡേ ഏറ്റവും വലിയൊരു കളക്ഷൻ കിട്ടുക. പിന്നെ ഓവർ ഹൈപ്പായി പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ കളക്ഷൻ മാത്രമേ കാണത്തുള്ളൂ. വരും ദിവസത്തെ കളക്ഷനൊക്കെ വലിയ രീതിയിലുള്ള ഇടിവ് തന്നെ സംഭവിക്കും. പിന്നെ ബെദ്ലഹേം കുടുംബ യൂണിറ്റ് ആണ്. പടത്തിന് കുറച്ച് ഹൈപ്പ് കുറവാണെങ്കിലും റെസ്പോൺസ് വെച്ച് കയറുമെന്ന് ഏകദേശം ഉറപ്പായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ തവണത്തെ ഓണത്തെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ എക്സ്പെക്ട് ചെയ്യാം. സൂര്യയുടെ ലീഡിൽ പുറത്തിറങ്ങിയുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന ചിത്രം. പടം ഇപ്പോൾ ജസ്റ്റ് 3 ദിവസം കൊണ്ട് തെലുങ്കിൽ നിന്ന് 20 കോടി രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 21 കോടി രൂപയും കേരളത്തിൽ നിന്ന് 4 കോടി രൂപയും ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഓവർസീ കളക്ഷൻ നോക്കുമ്പോൾ ഏകദേശം $3.25 മില്യൺ ആണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 31 കോടി രൂപയോളം വരും. അങ്ങനെ ടോട്ടൽ വേൾഡായിട്ട് 100 കോടി ക്ലബിൽ പടം ഇടം പിടിച്ചിരിക്കുകയാണ്. ഏകദേശം ഓപ്പണിംഗ് വീക്കിൻ്റെ തന്നെ ഏകദേശം ഒരു 120 കോടി രൂപയോളം എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ സൂര്യയ്ക്ക് ബാക്ക് ടു ബാക്ക് കറുപ്പ് എന്ന ചിത്രത്തിന് ശേഷം ഈ ഒരു പടത്തിലൂടെ 100 കോർ ഓപ്പണിംഗ് വീക്കെൻഡ് തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. അതിൻ്റെ കമൻറ്റ് സബ്ലൈറ്റിലൂടെ തന്നെ വരാം. കമൻറ്റ് വഴി ആദ്യം ചോദിച്ചിട്ടുള്ളത് പ്രഭാസിനെ ഫൗസി എന്ന പടത്തെ പറ്റിയാണ്. കറലി പടത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഹൈദരാബാദിൽ വെച്ചാണ് നടക്കുന്നത്. പറ്റുന്നത്ര വേഗത്തിൽ ഈ ഒരു പടത്തിലെ നായകൻ്റെ എന്ന പ്രഭാസിൻ്റെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഏകദേശം 3 വീക്കായിട്ട് ഈ ഒരു പടത്തിലെ ഷൂട്ടും ഇപ്പോൾ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോവുകയാണ്. പിന്നെ അടുത്തായി ചോദിച്ചിട്ടുള്ളത് എന്നെ കോട്ടയം ബെൽറ്റ് എന്ന ആസിഫ് അലി പടത്തെ പറ്റി അപ്ഡേറ്റ് ഉണ്ടോന്നാണ്. പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പുതിയ ആസിഫ് അലിയുടെ സ്റ്റില്ലൊക്കെ തന്നെ ലുക്കിൻ്റെ സ്റ്റില്ലൊക്കെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ടോക്സി പടത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ആ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ വർക്കുകളാണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത്. ആ ഒരു പടത്തിൻ്റെ ഭാഗത്തു നിന്നും ലേറ്റസ്റ്റ് പോസ്റ്ററൊക്കെ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ശിവകാർത്തിൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സിയോൺ എന്ന ചിത്രം. മധുരയിൽ വെച്ചാണ് പടത്തിൻ്റെ ഷൂട്ട് ഇപ്പോൾ കരളിൽ നടന്നു പോകുന്നത്. ഇപ്പോൾ ഈ ഒരു പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം ഓൺഗോയിങ് ഷെഡ്യൂളിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സീൻ എന്ന് പറയുന്നത് ശിവകാർത്തികേൻ്റെയും പടത്തിൽ നായികയെത്തുന്ന ഭാഗ്യശ്രീയുടെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. സന്ദീപിൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കോസ്മിക് സാംസൺ എന്ന ചിത്രം. പടത്തിന് നല്ലൊരു പ്രതീക്ഷയും നല്ലൊരു ഹൈപ്പും ഉണ്ട്. അതിന് കാരണം സന്ദീപിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെയാണ്. പടക്കളം ചിത്രത്തിന് ശേഷം വന്നിട്ടുള്ള എക്കോയ്ക്ക് കിടില റെസ്പോൺസും കിടില ഹിറ്റൊക്കെ തന്നെ നേടാൻ സാധിച്ചിട്ടുണ്ട്. അതേ ഒരു ഹാട്രിക് ഈ ഒരു പടത്തിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പടത്തിൻ്റെ ഓവർസീയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഒക്കെ തന്നെ ഹോം സ്ക്രീൻ എൻ്റർടൈൻമെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പടം പാനത്തെ റിലീസാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ഒരു പടത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള റിലീസ് കൺഫേം ആക്കിയിട്ടുള്ളത് ഈ വരുന്ന ഒക്ടോബർ മാസമാണ്. സൂര്യയുടെ ലീഡിൽ നെക്സ്റ്റ് ഇയർ റിലീസിൽ ഒരുങ്ങുന്ന ഏറ്റവും വലിയ ചിത്രമാണ് സൂര്യ 47 എന്ന ചിത്രം. ഈ ഒരു പടത്തിൻ്റെ ഒരു അപ്ഡേറ്റിനായി കുറേ ആൾക്കാരായിരുന്നു കാത്തിട്ടുള്ളത്. പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യം ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്. ഉടനെ ഒന്നും ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് പുറത്തു വിടില്ലെന്ന്. അതിന് കാരണം സൂര്യയുടെ തന്നെ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന ചിത്രമാണ്. ആ ഒരു പടം ഇപ്പോൾ പീക്ക് റണ്ണിലാണ് തിയേറ്ററിൽ മുന്നേറുന്നത്. ആ ഒരു പീക്ക് റണ്ണൊക്കെ തന്നെ ഓവറായതിനു ശേഷമേ ഈ ഒരു പടത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ പുറത്തു വിടത്തുള്ളതെന്ന് ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. അജിത്തിൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡെയർ ഡെവിൾ എന്ന ചിത്രം. ഗുഡ് ബൈ അഗ്ലി ചിത്രത്തിലെ ഡയറക്ടറായിട്ടുള്ള ആദിക് രവിചന്ദ്രനാണ് ഈ ഒരു പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പടത്തിൻ്റെ ഷൂട്ട് നെക്സ്റ്റ് മന്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടന് ഒരുപാട് ഫാൻ ബോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്മൂർത്തിയെ പോലെ പൃഥ്വിരാജിനെ പോലുള്ള ഒരുപാട് ഫാൻ ബോയ്സ് ഉണ്ടെങ്കിലും അതിന് മുകളിൽ പോകാൻ പറ്റുന്ന ഒരു ഫാൻ ബോയെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ തന്നെ ലാലേട്ടനുമായിട്ടൊരു ബന്ധത്തിൽ ഇപ്പോൾ ഹിന്ദി സിനിമയൊക്കെ വേണ്ടെന്ന് വെച്ച് അങ്ങനെ വലിയ രീതിയിലൊരു വിവാദത്തിലൊക്കെ ആയിട്ടുള്ള ഒരു ഡയറക്ടറായിരുന്നു ജൂഡ് ആൻ്റണി ജോസഫ്. പുള്ളി ലാലേട്ടൻ്റെ മകളിന് വേണ്ടി ആദ്യമായി ചെയ്ത പടമായിരുന്നു തുടക്കം എന്ന ചിത്രം. ആ ഒരു പടം അതിലിപ്പോൾ തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ 2018 നടന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലാലേട്ടനായിട്ട് കുറേ കഥ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നടന്നില്ല. എങ്കിലും ലാലേട്ടന് വേണ്ടി ഞാൻ ഇനിയൊരു പടം ചെയ്യും, അത് വലിയൊരു ഹിറ്റ് ആക്കുമെന്ന്. ഇപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് ലാലേട്ടൻ ജൂഡ് ആൻ്റണി ജോസഫ് പ്രൊജക്റ്റ് ഒഫീഷ്യലി ലാലേട്ടൻ തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. ലാലേട്ടൻ ജൂഡ് ആൻ്റണി ജോസഫ് പ്രൊജക്റ്റ് നെക്സ്റ്റ് ഇയർ തൊട്ട് സ്റ്റാർട്ട് ആകുമെന്ന്. കൂടാതെ തന്നെ ഇപ്പോൾ ലാലേട്ടൻ തന്നെ തുടരുമെന്ന ചിത്രം വലിയൊരു ഹ്യൂജ് സക്സസ് ആയപ്പോൾ 2018 എന്ന ചിത്രത്തിൻ്റെയൊക്കെ കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ജൂഡ് ആൻ്റണി ജോസഫ് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഞാൻ ലാലേട്ടനുമായിട്ട് ചെയ്യുന്ന അതേ ചിത്രം കൊണ്ട് തന്നെ തുടരും ചിത്രത്തിൻ്റെയൊക്കെ ആയാലും ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമെന്ന്. അപ്പോൾ ഒന്ന് ഊഹിച്ച് നോക്കാമല്ലോ ലാലേട്ടന് വേണ്ടി ഏത് രീതിയിലുള്ളൊരു പടമായിരിക്കും ജൂഡ് ആൻ്റണി ജോസഫ് എടുക്കാൻ പോകുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ പ്രാവശ്യം വരാൻ പോകുന്ന ചിത്രം ചെറുതൊന്നും ആയിരിക്കത്തില്ല. പൃഥ്വിരാജിൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു നോബഡി എന്ന ചിത്രം. ചിത്രത്തിന് ഡയറക്ടറിലുള്ള വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരൻ ഡിഫറൻറ്റ് ജോണേഴ്സുള്ള പടങ്ങളൊക്കെ എടുത്ത് ഹിറ്റ്
ഹിറ്റാക്കുന്ന പരിപാടി. പുള്ളിയുടെ ഡിഫറൻറ്റ് ജോണേഴ്സിൽ വന്ന് ഹിറ്റായ പടങ്ങളായിരുന്നു കെട്ടിയോളാൻ്റെ മാലാഖയിലും റോഷാക്ക് എന്ന ചിത്രമായാലും. അതിൻ്റെയൊക്കെ അതേ ഒരു സക്സസ് ഫോർമുല ഈ ഒരു പടത്തിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി പൃഥ്വിരാജാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നതും കൂടെ അറിഞ്ഞപ്പോൾ ഭയങ്കര രീതിയിലുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ മനസ്സിൽ കണ്ട സിനിമ ഇതേ രീതിയിൽ തന്നെ ഔട്ട് വരണമെങ്കിൽ അതിനുവേണ്ടിയുള്ള അത്രയും ഒരു ബഡ്ജറ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ ഈ ഒരു പടം എടുക്കണം, അതുകൊണ്ട് ഞാൻ തന്നെ ഈ ഒരു ചിത്രം നിർമ്മിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഖലീഫയ്ക്ക് ഉള്ള പോലെ തന്നെ അത്രയും ബഡ്ജറ്റും അത്രയും വലിയൊരു സ്കെയിലും എടുത്തൊരു പടമായിരുന്നു നോബഡി. പക്ഷേ ഈ ഒരു ചിത്രത്തിന് ഏറ്റവും വലിയൊരു ഡൗൺഫാളിന് കാരണം ഈ ഒരു പടത്തിന് ഫസ്റ്റ് ഹാഫിന് കിടിലൻ റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുള്ളത്. കാരണം ഒരു സീറ്റ് എഡ്ജിങ് ത്രില്ലർ പടം എന്ന രീതിയിൽ. ബട്ട് സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ താന്നുപോയി. അത് സെക്കൻഡ് ഹാഫ് ആർക്കും ഡൈജസ്റ്റ് ആകാത്തതുകൊണ്ടൊക്കെ തന്നെ പടത്തിന് ഭയങ്കര രീതിയിലുള്ള നെഗറ്റീവ് റെസ്പോൺസും വന്ന് കയറി. അത്യാവശ്യം ബഡ്ജറ്റ് വന്ന പടം കൂടെ ആയതുകൊണ്ട് ചിത്രത്തിന് തിയേറ്ററിൽ സർവൈവിങ് നടന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ചിത്രം തിയേറ്ററിൽ വലിയൊരു പരാജയമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിത്രത്തിന് OTT റിലീസിനായി കുറേ ആൾക്കാരായിരുന്നു കാത്തിനായിട്ടുള്ളത്. ഈ വരുന്ന ഓഗസ്റ്റ് 25 ജിയോ ഹോട്ട്സ്റ്റാർ വഴി ചിത്രം OTT റിലീസിനെത്തിക്കുമെന്ന് ഒഫീഷ്യലി തന്നെ ചിത്രത്തിൻ്റെ ടീമായാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. എന്തായാലും പൃഥ്വിരാജിൻ്റെ നോബഡി എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ഒഫീഷ്യൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക.